ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റാപ്പിഡോ ഡ്രൈവർ ആപ്ലിക്കേഷനെ കുറിച്ചും അതിൻ്റെ ഫീച്ചേഴ്സും റാപ്പിഡോയിൽ എങ്ങനെ ഒരു ട്രിപ്പ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. റാപ്പിഡോ ഡ്രൈവർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം റാപ്പിഡോ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ റാപ്പിഡോ ബൈക്ക് ടാക്സി ഓട്ടോ ക്യാബും അതിൻ്റെ താഴെ തന്നെ റാപ്പിഡോ ക്യാപ്റ്റൻ ഡ്രൈവ് ആൻഡ് ചെയ്യണം 2 ആപ്ലിക്കേഷൻ കാണാം. ഇതിൽ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതിപ്പോൾ ഓൾറെഡി ഡൗൺലോഡാണ്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. റാപ്പിഡോ ഡ്രൈവർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് മൈ പ്ലാൻ ₹5 ഫിക്സഡ് കമ്മീഷൻ ₹8 പെർ കിലോമീറ്റർ കമായി ഗ്യാരൻറ്റി 0 കമ്മീഷൻ ഇങ്ങനെ കാണിക്കുന്നത്. നമുക്കിപ്പോൾ 8 രൂപ വെച്ച് കിലോമീറ്ററിന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഫിൽറ്റർ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഗോ ടു റൈഡ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഇതിൽ കാണിക്കുന്നത്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ലൊക്കേഷനിലേക്ക് പോകേണ്ട റൂട്ട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇതിൽ കാണിക്കുന്നത്. അത് ഞാൻ വേറെ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ടാമത് സ്റ്റാറ്റസ് കാണിക്കുന്നത് മൈ പ്ലാൻ എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന്. അതായത് നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്ത് വേണമെങ്കിലും ഓടാം, അല്ലാതെ സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ ഇൻസെൻറ്റീവോടെ ഓടാം. അതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഓർഡേഴ്സ്, ബാക്ക് ടു ബാക്ക് ഓർഡേഴ്സ്. അതായത് നമ്മൾ ഒരു ട്രിപ്പ് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അടുത്ത ട്രിപ്പ് വരുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ റാപ്പിഡോയിൽ വന്നിട്ടുണ്ട്. അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഡെലിവർ സ്മൈൽ ഏൺ എക്സ്ട്രാ മൈൽ 60 കിലോമീറ്റർ വിത്ത് ഫുഡ് ഡെലിവറി. റാപ്പിഡോയിൽ ബൈക്ക് ടാക്സി തന്നെ അല്ലാതെ നമുക്ക് ഫുഡ് ഡെലിവറി ചെയ്യാം, പാഴ്സൽ ഡെലിവറി ചെയ്യാം. അത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൻ്റെ വീഡിയോ നമുക്കിവിടെ ടോപ്പിൽ കാണിക്കും. അത് നോക്കി നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ പ്രൊഫൈൽ കാണാം. ഇപ്പോൾ എൻ്റെ പെർഫോമൻസ് ആവറേജ് ആണ്. ഞാൻ റാപ്പിഡോയിൽ അങ്ങനെ അധികം ട്രിപ്പ് എടുക്കാറില്ല, അതുകൊണ്ടാണ് ആവറേജ് കാണിക്കുന്നത്. നമ്മുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ എൻ്റെ പ്രൊഫൈൽ കാണാം. ഇപ്പോൾ 4.6 ഇയർ കൊണ്ട് ഞാൻ 580 ട്രിപ്പ് മാത്രമേ റാപ്പിഡോയിൽ എടുത്തിട്ടുള്ളൂ. അതായത് ഞാൻ റാപ്പിഡോയിൽ അങ്ങനെ അധികം വർക്ക് ചെയ്യാറില്ല. ഞാൻ ഊബറിലാണ് കൂടുതൽ വർക്ക് ചെയ്യാറ്. അതുകൊണ്ടാണ് ഞാൻ ഈ 5 വർഷം കൊണ്ട് 580 ട്രിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എൻ്റെ പെർഫോമൻസ് ഇവിടെ നോക്കിയാൽ ആവറേജ് പെർഫോമൻസ് ആണ്. അതായത് നമ്മൾ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് ലോ ആയിട്ട് മാറും. ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ പെർഫോമൻസ് ബെറ്ററായി വരും. പിന്നെ താഴെ പ്രൊഫൈൽ ഇൻഫോ കാണാം. ഇതാണ് എൻ്റെ പ്രൊഫൈൽ. നമുക്കിവിടെ ലാംഗ്വേജ് ഐ സ്പീക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പാസഞ്ചറിനെ ഷോ ചെയ്യും ഇത്. അപ്പോൾ അവർക്ക് ഏത് ലാംഗ്വേജിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ഇവിടെ കാണിക്കും. പിന്നെ ഇതിന് താഴെ നമുക്ക് റാപ്പിഡോ ID കാർഡ് കാണാം. അത് റാപ്പിഡോയുടെ ഭാഗത്തു നിന്നൊരു ID കാർഡാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഡോക്യുമെൻറ്റ്, RC, ഡ്രൈവിംഗ് പാന് ഇതൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വേണ്ട ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെയാണ്. ഡ്രൈവിംഗ് ലൈസൻസ്, ബൈക്ക് RC, പാൻ കാർഡ്, ആധാർ കാർഡ്. ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് നമുക്കിതിൽ ജോയിൻ ചെയ്യാനായിട്ട് വേണ്ടത്. പിന്നെ നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ടും ഉണ്ടായിരിക്കണം. കാരണം വാലറ്റിൽ വരുന്ന പേയ്മെൻറ്റൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇവിടെ ലാംഗ്വേജ്, ആപ്പ് ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, തെലുങ്ക്, തമിഴ്, ബംഗാളി, മറാത്തി, മലയാളം. ഇത്രയും ലാംഗ്വേജ് നമുക്കിതിൽ സെറ്റ് ചെയ്യാം. ഇതിൽ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നോട്ടിഫിക്കേഷൻ ലാംഗ്വേജ്, നമുക്ക് ഏത് ലാംഗ്വേജിലാണോ നോട്ടിഫിക്കേഷൻസ് വരണമെങ്കിൽ ആ ലാംഗ്വേജ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ടോപ്പിലും റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഹെൽപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ ഈ ഹെൽപ്പിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഹൗ ക്യാൻ ഐ അപ്ഡേറ്റ് മൈ മൊബൈൽ നമ്പർ, ഹൗ ക്യാൻ ഐ അപ്ഡേറ്റ് മൈ RC, അങ്ങനെ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ ലോഗൗട്ട്, ഡിലീറ്റ് അക്കൗണ്ട് കാണാം. ഇനി ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയുമാണ് നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ്. ഇനി നമ്മൾ വീണ്ടും ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഏണിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓൾ ഏണിങ്സ് ഇവിടെ കാണാം. 2 ഡേയ്സ് ഏണിങ് 0 ആണ്. ഞാൻ ഇന്ന് ട്രിപ്പൊന്നും എടുത്തിട്ടില്ല. ഓൾ ഓർഡേഴ്സ് ഇവിടെ കാണാം. ഇന്നിപ്പോൾ ഫ്രൈഡേ 20. ഇന്ന് കംപ്ലീറ്റ് ഓർഡറും ഇല്ല, ക്യാൻസൽ ഓർഡറും ഇല്ല, മിസ്ഡ് ഓർഡറും ഒന്നുമില്ല. ഒരു ഓർഡർ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ഓരോ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് 30 രൂപയുടെ. പിന്നെ ഒരു വീക്കിലെ ഇവിടെ കാണാം, ഒരു മാസത്തിലെ ഇവിടെ കാണാം. ഈ ഒരു മാസത്തിൽ ഞാൻ ഒരു ഓർഡർ മാത്രമേ എടുത്തിട്ടുള്ളൂ. മാർച്ചിൽ, ഫെബ്രുവരി ഒന്നും എടുത്തിട്ടില്ല, ജനുവരി എടുത്തിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഓർഡർ ഏണിങ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ഓർഡറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാം.
2.5 കിലോമീറ്ററിന് 30 രൂപയാണ് നമുക്ക് ഈ ഒരു ഓർഡറിന് കിട്ടിയത്. പിന്നെ വ്യൂ റേറ്റ് കാർഡ്, നമുക്ക് ബൈക്കിൻ്റെയും പാഴ്സൽ ഡെലിവറിയുടെയും ബൈക്ക് ബൂസ്റ്റിൻ്റെയും ബൈക്ക് മെട്രോയുടെയും ഒക്കെ റേറ്റ് കാർഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് നമുക്ക് എത്ര രൂപ വെച്ചാണ് അവർ തരുന്നതിനുള്ള റേറ്റ് കാർഡാണിത്. 0 to 100 കിലോമീറ്ററിന് 8 രൂപ ഫിക്സ്ഡ് എമൗണ്ടാണ്. പിന്നെ ലോങ് പിക്കപ്പിന് 2 കിലോമീറ്റർ കൂടുതലുള്ള ലോങ് പിക്കപ്പിന് 4 രൂപ പെർ കിലോമീറ്ററിന് കിട്ടും. ടോട്ടൽ 10 രൂപ വരെ കിട്ടും ലോങ് പിക്കപ്പിന്. പിന്നെ ക്യാൻസലേഷൻ ഫീസ്, അതായത് നമ്മൾ കസ്റ്റമറിൻ്റെ ലൊക്കേഷനിൽ അറൈവ് ചെയ്തതിന് ശേഷം കസ്റ്റമർ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0 മുതൽ 15 രൂപ വരെ കിട്ടും. അതായത് നമ്മൾ എത്ര നേരം വെയിറ്റ് ചെയ്തു എന്നുള്ളതിനനുസരിച്ചായിരിക്കും ക്യാൻസലേഷൻ റേറ്റ് വരുന്നത്. ക്യാൻസലേഷൻ റേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ബെറ്റർ ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ക്യാൻസലേഷൻ റേറ്റ് കിട്ടത്തില്ല. പിന്നെ ഇവിടെ നൈറ്റ് ഫെയർ കാണിക്കുന്നുണ്ട്. രാത്രി 11 മുതൽ 6 AM വരെ പ്ലസ് 50% എക്സ്ട്രാ ഫെയർ ഉണ്ട്. നേരത്തെ ഇത് 30% ആയിരുന്നു, ഇപ്പോൾ അത് കുറച്ചിട്ടുണ്ട്, 15% ആക്കി. കമ്മീഷൻ ആൻഡ് GST ഡിപ്പെൻഡ്സ് ഓൺ ഓർഡർ ഫെയർ. ഇപ്പോൾ റാപ്പിഡോ 0 കമ്മീഷനാണ്. ഓർഡർ പ്ലസ് സർജ് ലോങ് പിക്കപ്പ് ഫെയർ, അതായത് സർജ് ടൈമിൽ ഇന്നിപ്പോൾ മഴയാണ്, ഇന്നിപ്പോൾ മഴയായതുകൊണ്ട് എക്സ്ട്രാ ഫെയർ കിട്ടും. പിന്നെ ലോങ് പിക്കപ്പിൻ്റെ എക്സ്ട്രാ ഫെയർ ഉൾപ്പെടെ 0 കമ്മീഷനാണ്. പിന്നെ GST പെയ്ഡ് ഗവൺമെൻറ്. GST ഇപ്പോൾ കട്ടാക്കുന്നില്ല നമ്മുടെ റൈഡിൽ നിന്ന്. അത്രയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ പാഴ്സൽ ഡെലിവറിക്ക് എത്ര രൂപ വെച്ച് കിട്ടുന്നത് നോക്കാം. 2 കിലോമീറ്റർ താഴെയാണ് 10 രൂപ ഫിക്സഡ് റേറ്റാണ്. 2 കിലോമീറ്ററിന് 15 രൂപ പെർ കിലോമീറ്റർ. 2 to 3 കിലോമീറ്റർ 12 പെർ കിലോമീറ്റർ. 3 to 6 കിലോമീറ്റർ 10 rupees പെർ കിലോമീറ്റർ. 6 to 100 കിലോമീറ്റർ 8 രൂപ പെർ കിലോമീറ്റർ കിട്ടും. നൈറ്റ് ഫെയർ ആകുമ്പം 25% എക്സ്ട്രാ കിട്ടും പാഴ്സൽ ഡെലിവറിക്ക്. ഇപ്പോൾ ഫുഡ് ഡെലിവറി ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണത്, ബെനിഫിറ്റാണത്. പിന്നെ ബൈക്ക് ബൂസ്റ്റും ഇതേപോലെ തന്നെ 8 രൂപ ഫിക്സ്ഡും ലോങ് പിക്കപ്പ് 4 രൂപയും ക്യാൻസലേഷൻ ഫെയറും അങ്ങനെയൊക്കെ തന്നെ. ബൈക്ക് മെട്രോ ഏകദേശം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്രയാണ് റേറ്റ് കാർഡ് റാപ്പിഡോയുടെ. ഇവിടെ നമുക്ക് ഏണിംഗ് സെക്ഷൻ്റെ താഴെയായിട്ട് ഇൻസെൻറ്റീവ് ആൻഡ് മോർ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇൻസെൻറ്റീവ് കാണാം, സബ്സ്ക്രിപ്ഷൻ പ്ലാൻ കാണാം. ഇൻസെൻറ്റീവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡെയിലി ഇൻസെൻറ്റീവ് ഇന്നത്തെ 20 മാർച്ച് വ്യാഴാഴ്ചത്തെ ഇൻസെൻറ്റീവാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് മോർണിംഗ് 8 AM മുതൽ 11 മണി വരെ നമ്മൾ 14 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 290 രൂപ ഇൻസെൻറ്റീവ് കിട്ടും. അതായത് ഈ 2 ട്രിപ്പ് വെച്ച് നമുക്ക് ഇൻസെൻറ്റീവ് 30, 35, 40, 40 ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അങ്ങനെ 3 മണിക്കൂർ കൊണ്ട് നമ്മൾ 14 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 290 രൂപ ഇൻസെൻറ്റീവായിട്ട് മാത്രം കിട്ടും. പിന്നെ അതേപോലെ തന്നെ വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെ 9 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 95 രൂപ കിട്ടും. 3 ട്രിപ്പിന് 20, 5 ട്രിപ്പിന് 20, അങ്ങനെ നമുക്ക് 385 രൂപ വരെ ഒറ്റ ദിവസം കൊണ്ട് ഇൻസെൻറ്റീവ് മാത്രം അവിടെ എടുക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ഓടുന്ന പൈസ എക്സ്ട്രാ ആയി. ചെറിയ ചെറിയ മെട്രോ ട്രിപ്പ് എടുത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്കിത് ചെയ്യാൻ സാധിക്കും. 14 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ 10 ട്രിപ്പെങ്കിലും മോർണിംഗിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മുടെ വീക്കിലി ഇൻസെൻറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ 16 മാർച്ച് മുതൽ 22 വരെ 10 റൈഡ് കംപ്ലീറ്റ് ചെയ്ത് 60, 20 റൈഡ് കംപ്ലീറ്റ് ചെയ്താൽ 100, 175 രൂപ വരെ ഏൺ ചെയ്യാൻ സാധിക്കും. പിന്നെ 21 മാർച്ച് മുതൽ 22 മാർച്ച് വരെ 75, 15 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്താൽ 75 രൂപ. പിന്നെ ബോണസ്, റെഫർ എ ഫ്രണ്ട് ബോണസ് 4500 രൂപ. പിന്നെ റെഫർ ചെയ്യുകയാണെങ്കിൽ 4500 രൂപ വരെ നമുക്ക് ഇൻസെൻറ്റീവ് അത് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇൻസെൻറ്റീവ് സെക്ഷൻ അതാണ്. പിന്നെ ഉള്ളത് സബ്സ്ക്രിപ്ഷൻ പ്ലാനാണ്. സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് 1 ഡേയിലേക്ക് 22 രൂപ കൊടുത്താൽ നമുക്ക് അൺലിമിറ്റഡ് ഏണിങ്ങാണ്. ഞാൻ ഇതുവരെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഓടിയിട്ടുള്ളത് 2420 രൂപ നമുക്ക് സേവ് ആയിട്ടുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. കമ്മീഷൻ സേവ്ഡ്, അതായത് ഒരു ദിവസത്തെ നമ്മൾ 22 രൂപ പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റാപ്പിഡോയുടെ കമ്മീഷൻ കട്ട് ചെയ്തിട്ടുള്ള ഏണിങ് നമുക്ക് കിട്ടും. അതായത് റാപ്പിഡോ 18% വരെ നമ്മുടെ കമ്മീഷൻ പിടിക്കും. മാക്സിമം 18% വരെ. അതായത് 100 രൂപ ട്രിപ്പ് എടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് 18 രൂപ റാപ്പിഡോയുടെ കമ്മീഷനായിട്ട് കട്ട് ചെയ്യും. പിന്നെ ടാക്സും പോകും. അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് 10 കിലോമീറ്റർ ട്രിപ്പിന് നമുക്ക് 8 രൂപ വെച്ച് 80 രൂപ ആയിരിക്കും കിട്ടുന്നത്. അതിൽ നിന്ന് 18 വരെ പോകും. ചില സമയത്ത് 18 രൂപ കട്ട് ചെയ്യത്തില്ല. 18 രൂപ കട്ട് ചെയ്താൽ പിന്നെ നമുക്ക് 66 രൂപ ആയിരിക്കും കിട്ടുന്നത്. 66 രൂപയിൽ നിന്ന് അതേസമയം ഈ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുത്ത് ഓടുവാണെങ്കിൽ നമുക്ക് ആ 18 രൂപ കട്ട് ചെയ്യാതെ ടോട്ടൽ 80 രൂപ, 10 കിലോമീറ്ററിന് 80 രൂപ ടോട്ടൽ കിട്ടും. അതാണ് സബ്സ്ക്രിപ്ഷൻ്റെ ബെനിഫിറ്റ്. പിന്നെ 3 ഡേയിലേക്ക് 49 രൂപ, 5 ഡേയിലേക്ക് 79 രൂപ, 7 ദിവസത്തിന് 99 രൂപ, 10 ദിവസത്തിന് 139 രൂപ. 10 ദിവസത്തൊക്കെ എടുത്താൽ ലാഭമാണ്. ഒരു ദിവസം 13 രൂപ വെച്ചേ ആവുന്നുള്ളൂ.
അപ്പോൾ അതാണ് സബ്സ്ക്രിപ്ഷനും ഇൻസെൻറ്റീവ്. പിന്നെ വരുന്ന റിവാർഡിൽ നമുക്കിവിടെ ഹെൽത്ത് ഇൻഷുറൻസ് അവൈലബിൾ ആണ്. ഇൻഡിവിജ്വൽസ് ആൻഡ് ദെയർ ഫാമിലി അണ്ടർ ദ ഏജ് ഓഫ് 60 ക്യാൻ അപ്ലൈ. ഞാനിതൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, വേണം നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും. പിന്നെ ആക്സിഡൻ്റൽ ഇൻഷുറൻസ്. എല്ലാവരും വിചാരിക്കുന്ന റാപ്പിഡോ ഓടിക്കുന്നവർക്ക് പ്രൈവറ്റ് വണ്ടി ആയതുകൊണ്ട് ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ഒന്നും കിട്ടില്ല എന്നാണ്. പക്ഷേ കമ്പനി 5 ലക്ഷം രൂപ വരെ ഡെത്ത് കവർ ഇൻഷുറൻസ് തരുന്നുണ്ട്. അതായത് പാസഞ്ചറിനും കിട്ടും, ഡ്രൈവറിനും കിട്ടും. ഹോസ്പിറ്റൽ കവർ 50,000 മുതൽ. ഹാർഡ് ആൻഡ് ആക്സിഡൻറ്റ് ഫോളോ ദീസ് സ്റ്റെപ്പ്. ടാപ്പ് ഓൺ ക്ലെയിം ഇൻഷുറൻസ്, സബ്മിറ്റ് യുവർ ഡീറ്റെയിൽസ്, ഗെറ്റ് ക്ലെയിം എമൗണ്ട്. നമുക്കിവിടെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ചെക്ക് ചെയ്തിട്ട് നമുക്കത് പ്രൊസീഡ് ചെയ്ത് തരും. പിന്നുള്ളത് മെഡിസിൻ ഡിസ്കൗണ്ടാണ്. ഇതെങ്ങനെ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഗോ ടു യുവർ നിയറസ്റ്റ് അപ്പോളോ മെഡിക്കൽ സ്റ്റോർ, പർച്ചേസ് യുവർ മെഡിസിൻ വൈൽ ബില്ലിംഗ്, പ്ലീസ് മെൻഷൻ ദി കോഡ് 7200 ആൻഡ് ഷോ യുവർ റാപ്പിഡോ ID അവൈലബിൾ ഓൺ ക്യാപ്റ്റൻ ആപ്പ് ആസ് യുവർ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി. യു വിൽ ബി ഗിവൺ അപ് ടു 10% ഡിസ്കൗണ്ട് ഓൺ യുവർ പർച്ചേസ്. അതായത് 10% നമ്മുടെ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോളോ ഫാർമസിയിൽ തന്നെ വാങ്ങിക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ ID കാർഡും കാണിക്കണം. റാപ്പിഡോ ID കാർഡ്, നേരത്തെ ഒരു ID കാർഡ് കാണിച്ചില്ലേ, ആ ID കാർഡ് കാണിക്കണം. മെഡിസിൻ 10%, FMGC പ്രോഡക്റ്റ് 5%, അപ്പോളോ PL പ്രോഡക്റ്റ് 15% ഓഫറുണ്ട്. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. മെഡിസിൻ ഡിസ്കൗണ്ടും നമുക്ക് കിട്ടും റാപ്പിഡോ ഡ്രൈവറിന്. പിന്നുള്ളത് സർവീസ് മാനേജറിനകത്ത് നമുക്ക് ബൈക്ക് മെട്രോ ഉണ്ട്, എൻ്റേത് ആക്റ്റീവാണ്. ബൈക്ക് ബൂസ്റ്റ് ആക്റ്റീവാണ്, ബൈക്ക് ആക്റ്റീവാണ്. അതായത് ഇത് തന്നെ 3 ബൈക്ക് ടാക്സി തന്നെയാണ്. അതിൽ ബൈക്ക് മെട്രോയും ബൈക്ക് ബൂസ്റ്റും ഒക്കെ ചെറിയ ട്രിപ്പ്, ലോക്കൽ ട്രിപ്പ്, ഓരോന്നിനും അനുസരിച്ച് ചെറിയ ചെറിയ റേറ്റ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ബൈക്ക് റൈഡിന് ഏറ്റവും കൂടുതൽ എമൗണ്ട് കിട്ടുന്നത്. പിന്നെ ഗ്രോസറി ഡെലിവറി ഉണ്ട്, പാഴ്സൽ ഡെലിവറി ഉണ്ട്, ഫുഡ് ഡെലിവറി ഉണ്ട്, ഗ്രോസറി ഡെലിവറി ഉണ്ട്. അത് ഞാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ബൈക്ക് തന്നെ ഓടാറില്ല, പിന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്ത കാര്യമില്ലല്ലോ. പിന്നുള്ളത് ഡിമാൻഡ് പ്ലാനർ. ഇവിടെ നമുക്ക് ഹൈ ഡിമാൻഡ് ഏരിയ നമുക്കിവിടെ ചെക്ക് ചെയ്യാം. അതായത് ഓരോ ദിവസത്തെ ട്രിപ്പ്, ഓരോ ടൈമിനനുസരിച്ച് നമുക്ക് എവിടെയാണ് ഏറ്റവും കൂടുതൽ ട്രിപ്പ് വരുന്നതിനനുസരിച്ച് ആ ഏരിയയിലോട്ട് മൂവ് ചെയ്താൽ അവിടുന്ന് ട്രിപ്പ് കിട്ടും. ഹൈ ഡിമാൻഡ് ഏരിയ ഇൻ ലാസ്റ്റ് 4 ഫ്രൈഡേയ്സ്. അതായത് കഴിഞ്ഞ 4 വെള്ളിയാഴ്ചത്തെ ഡീറ്റെയിൽ വെച്ചിട്ട് അവർ ഡിമാൻഡ് ഏരിയ സെലക്ട് ചെയ്ത് തരുന്നത്. നമ്മളതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, കിട്ടുന്നിടത്തുനിന്ന് ഓർഡർ എടുത്ത് പോവുക. അത് തന്നെ. ഇപ്പോൾ റാപ്പിഡോയിൽ ഓർഡർ കിട്ടിയില്ലെങ്കിൽ ഊബർ നോക്കുക, ഊബർ കിട്ടിയില്ലെങ്കിൽ ഓല നോക്കുക, അങ്ങനെ എടുത്ത് പോവുക. പിന്നെ ഹെൽപ്പ്. ഇവിടെ നമുക്ക് നമ്മുടെ ട്രിപ്പിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ, നമുക്ക് ഫെയർ കുറച്ചാൽ കിട്ടിയെന്നുണ്ടെങ്കിലൊക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഗെറ്റ് ഹെൽപ്പിൽ ഒരുപാട് കോൺടാക്റ്റ് ചെയ്ത് സംസാരിക്കാൻ സാധിക്കും, ട്രിപ്പിൻ്റെ സംബന്ധമായ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ. പിന്നെ ഇവിടെ ഇവിടെ റെഫറൽ കോഡ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് റെഫറൽ ബോണസ് കിട്ടും. അപ്പോൾ ഇത്രയുമാണ് റാപ്പിഡോ ക്യാപ്റ്റൻ ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സ്. ഇനി നമുക്കിവിടെ ഹോം സ്ക്രീനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓർഡേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ടോപ്പിലായിട്ട് നമുക്ക് GPS-ൻ്റെ ഐക്കൺ കാണിക്കുന്നില്ലേ, ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് റൂട്ടിലേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ആ ലൊക്കേഷൻ നമുക്കിവിടെ എനേബിൾ ചെയ്ത് കൊടുത്താൽ ഗോ ഓൺ ഡ്യൂട്ടി ഓപ്പൺ ആവും. ആ ഏരിയയ്ക്കുള്ള ട്രിപ്പ് നമുക്ക് കിട്ടും. ഇവിടെ താഴെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആഡ് ന്യൂ ഏരിയ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് പോകേണ്ട ഏരിയ നമുക്കിവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ, അജ്മീരി ഗേറ്റ്, ആ ഒരു ലൊക്കേഷൻ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂട്ടിലേക്കുള്ള ട്രിപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യുന്നില്ല, എനിക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഓഫ് ഡ്യൂട്ടിയുടെ ഇവിടെ നമ്മൾ റൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺ ഡ്യൂട്ടി ആയി. നമുക്ക് ട്രിപ്പ് വന്ന് തുടങ്ങും. ട്രിപ്പ് വന്ന് 29.5 കിലോമീറ്ററിന് 270 രൂപ ട്രിപ്പ് വരുന്നു. അത് പാഴ്സൽ ഡെലിവറിയാണ്. കുത്തപ്പനാർ മുതൽ ഉദ്യോഗ് നഗർ മെട്രോ വരെയാണ്. നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ 15 സെക്കൻഡ് കിട്ടും. 15 സെക്കൻഡിനുള്ളിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇത് 63 + 30, 8 കിലോമീറ്ററിന് 93 രൂപ കിട്ടുന്നുണ്ട്. ഇത് 61 + 28, 7.6 കിലോമീറ്ററിന് 89 രൂപ, 2 കിലോമീറ്ററിന് 45 രൂപ. ഇതുകൊണ്ട് പിക്കപ്പ് 3 കിലോമീറ്റർ ഉണ്ട്. അപ്പം നമ്മളിവിടെ അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രിപ്പ് അക്സെപ്റ്റ് ആവും. നമുക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടാം. റാപ്പിഡോയിൽ കണ്ടിന്യൂ ട്രിപ്പുകൾ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കും.
ഏറ്റവും കൂടുതൽ ട്രിപ്പുകൾ വരുന്നത് ലേഡീസ് ഏറ്റവും കൂടുതൽ ബുക്ക് ചെയ്യുന്നത് റാപ്പിഡോ ആപ്ലിക്കേഷനാണ്. പിന്നെ വള്ളിക്കെട്ട് ട്രിപ്പുകളെല്ലാം വരും. അതുകൊണ്ടാണ് ഞാൻ റാപ്പിഡോയിൽ അധികം ഓടാത്തത്. ഊബർ ആകുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ട്രിപ്പുകളാണ് വരുന്നത്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോഗൗട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് നേരം നോക്കിയിരിക്കണം. കാരണം അതുപോലെ ട്രിപ്പുകൾ അടിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഈ പീക്ക് അവറിൽ ഇപ്പോൾ രാവിലത്തെ സമയമല്ലേ. അങ്ങനെ നമുക്കിപ്പോൾ ഓർഡറുകൾ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്ത ഉടനെ നമുക്ക് ഇങ്ങനൊരു മെസ്സേജ് കാണിക്കും. ഇത് വേണം നമുക്ക് സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം. സെൻഡ് ചെയ്താൽ നേരെ പാസഞ്ചറിന് ആ ഒരു മെസ്സേജ് പോകും, നമ്മൾ ഇവർ വന്ന് കൺഫേം ചെയ്യാൻ. അതിനുശേഷം നമ്മൾ നേരെ ഗോ ടു പിക്കപ്പിലേക്ക് പോകുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലൊക്കേഷൻ ഓട്ടോമാറ്റിക് ഓപ്പൺ ആയി വരും. ഇപ്പോൾ നമ്മൾ പാസഞ്ചറിൻ്റെ ലൊക്കേഷൻ ഓപ്പണായി. 3 മിനിറ്റ് 1.1 കിലോമീറ്റർ നമുക്ക് നേരെ പിക്കപ്പ് ലൊക്കേഷനിലേക്ക് പോകാം. 2 മിനിറ്റാണ് കാണിക്കുന്നത്, 1 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ പാസഞ്ചറിൻ്റെ ലൊക്കേഷനിലേക്ക് എത്തി. നമ്മൾ പാസഞ്ചർ ഈ വെയിറ്റിംഗ് ഷെഡിൽ തന്നെ നിൽപ്പുണ്ട്. നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ബസ് കിട്ടാൻ നിൽക്കുകയാണ്. നമ്മൾ ലൊക്കേഷനിലെത്തി മാപ്പ് ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അറൈവ്ഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണിക്കും. ഇത് നമ്മൾ സ്വൈപ്പ് ചെയ്ത് റൈറ്റിലേക്ക് അറൈവ്ഡ് കൊടുക്കണം, എങ്കിലേ നമ്മുടെ ടൈമർ സ്റ്റാർട്ട് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ അറൈവ് കൊടുക്കുന്നുണ്ട് നേരെ കസ്റ്റമറിന് ആ മെസ്സേജ് പോകും നമ്മൾ എത്തി എന്നുള്ളത്. എന്നിട്ടും കസ്റ്റമർ വന്നില്ലെങ്കിൽ നമുക്ക് ടോപ്പിൽ റൈറ്റ് സൈഡിൽ കാണുന്ന കോളിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കോൾ ചെയ്യാനും മെസ്സേജ് അയക്കാനും ഓപ്ഷനുണ്ട്. ഇത് പാസഞ്ചർ ഓൾറെഡി വെയിറ്റിംഗ് ആയതുകൊണ്ട് എനിക്ക് അത് കാണിക്കാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ അറൈവ് കൊടുത്തു. ഇനി സ്റ്റാർട്ട് റൈഡ് കൊടുത്തിട്ട് നമുക്ക് പാസഞ്ചറിൻ്റെ ഒ ടി പി അടിച്ച് വെരിഫിക്കേഷൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഗോ ടു മാപ്പ് കാണിച്ചു. അത് നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഡ്രോപ്പിംഗ് ലൊക്കേഷൻ ഓപ്പണായി വന്നു. 5 മിനിറ്റ് 2.3 കിലോമീറ്ററാണ് നമുക്ക് പോകേണ്ടത് ഈ ഒരു ഡ്രോപ്പിംഗ് ലൊക്കേഷനിലേക്ക്. അങ്ങനെ നമ്മൾ പാസഞ്ചറെ പിക്ക് ചെയ്ത് നേരെ ഡ്രോപ്പിംഗ് ലൊക്കേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഡ്രോപ്പിംഗ് ലൊക്കേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അടുത്ത ട്രിപ്പുകൾ വന്നുകൊണ്ടിരിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഡ്രൈവിങ്ങിനിടയ്ക്ക് ഇങ്ങനെ ട്രിപ്പ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ട്രിപ്പ് നോക്കിയെടുക്കാൻ പറ്റില്ല. നമ്മളൊരു ഊഹത്തിനങ്ങ് എടുക്കേണ്ടി വരും. നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ടൈമർ കഴിയുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക് ക്യാൻസലായി പോകും. 15 സെക്കൻഡ് വരെ നമുക്ക് കിട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. അതിനുള്ളിൽ എടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ക്യാൻസലായി പോകും. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി മാപ്പ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് റൈഡ് എന്നൊരു മെസ്സേജ് കാണിക്കും. അത് നമ്മൾ സ്വൈപ്പ് ചെയ്ത് റൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുന്നുണ്ടെ നമ്മുടെ കളക്ട് ചെയ്യേണ്ട എമൗണ്ട് ഇവിടെ കാണിക്കും. ഇപ്പോൾ പാസഞ്ചറിൻ്റെ നമുക്ക് 5 രൂപയാണ് വാങ്ങിക്കേണ്ടത്. ബാക്കി റാപ്പിഡോയുടെ സൈഡിൽ നിന്ന് റാപ്പിഡോ ആഡ് ചെയ്ത് തരും നമുക്ക്. ഇപ്പോൾ നമ്മൾ QR കോഡ് കാണിച്ചു. റാപ്പിഡോയുടെ തന്നെ QR കോഡ് ഓപ്പൺ ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ആണെങ്കിൽ ക്യാഷ് വാങ്ങിക്കാം. ഇപ്പോൾ QR കോഡിൽ ഞാൻ 5 രൂപ റിസീവ് ചെയ്തു. 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്ത് ഡൺ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ആയി. ക്യാഷ് ട്രിപ്പ് ആണെങ്കിൽ നമുക്കിവിടെ ക്യാഷ് കാണിച്ചിട്ട് നമുക്ക് ക്യാഷ് കളക്ട് ചെയ്യാം. എന്നിട്ട് കംപ്ലീറ്റ് ട്രിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർ റേറ്റിംഗ് കാണിക്കും. സ്റ്റാർ റേറ്റിംഗ് കൊടുത്ത് നമ്മൾ ട്രിപ്പ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ടോപ്പിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്താൽ ഏണിംഗ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റ് ബാലൻസ് ഇവിടെ കാണിക്കും. ഇപ്പോൾ 24 രൂപയാണ് നമ്മുടെ വാലറ്റ് ബാലൻസ്. നേരത്തെ എനിക്കൊരു 5 രൂപ മൈനസ് കിടപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് 24 കാണിക്കുന്നത്. നമ്മുടെ ടോട്ടൽ ഏണിംഗ് 30 രൂപയാണ് ഈ ഒരു 2.5 കിലോമീറ്ററിന് കിട്ടിയത്. ഇവിടെ നമുക്ക് മണി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പം ഈ എമൗണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വാലറ്റിലേക്ക് ഇപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ ആഴ്ചയിൽ 3 വട്ടമാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. 3 വട്ടത്തിന് ശേഷമുള്ള എമൗണ്ട് നമുക്ക് എല്ലാ മൺഡേയിലും റാപ്പിഡോ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. ഇപ്പോൾ റാപ്പിഡോയിൽ ഇങ്ങനെയാണ് ഒരു ട്രിപ്പ് എടുത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.